ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം വചനം പറയുന്നത് കൊണ്ടാണ്. എനിക്കിപ്പോഴും അറിയാം, എൻ്റെ വചന ശുശ്രൂഷ ആരംഭിച്ച നാളുകളിൽ നമുക്ക് തന്നെ വലിയ ആശങ്കയുണ്ട്, വലിയ ഭാരം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം പറയുന്ന കാര്യങ്ങളുമായി എൻ്റെ ജീവിതത്തിന് ഒരു ബന്ധവുമില്ല. നമുക്ക് വല്ലാത്തൊരു ഭാരം ഉണ്ടാവും. പിന്നെ ധ്യാന കേന്ദ്രത്തിലാണ്, വചനം പറയാതിരിക്കാൻ പറ്റൂല. കഴിഞ്ഞ 10-13 വർഷക്കാലത്തെ എൻ്റെ കാരിസ്മം ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ ഇന്നോളം പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് എന്നെ വിശുദ്ധീകരിച്ചത്. ഹല്ലേലൂയ. ചില സമയത്തൊക്കെ നമ്മൾ വചനം പറയുമ്പോൾ ആ വചനം ജീവിതവുമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വല്ലാത്തൊരു ഭാരം ചില രാത്രിയുടെ യാമങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ആ ഭാരം അടുത്ത ദിവസം വചനം പറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള ഭാരമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വചനമാണ് എന്നെ വിശുദ്ധീകരിച്ചത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഒരു മാനുഷികമായ ചിന്തയാണ്, എനിക്കൊരു സുവിശേഷ വേല ചെയ്യാനുള്ള യോഗ്യതയില്ല, എനിക്ക് വചനം പറയാനുള്ള യോഗ്യതയില്ല, കാരണം എനിക്ക് ഒത്തിരി കുറവുണ്ട്, ഒത്തിരി ബലഹീനതകളുണ്ട്, എൻ്റെതായ പാപത്തിൻ്റെ മേഖലകളുണ്ട്, എൻ്റെതായ വീഴ്ചയുടെ ഇടങ്ങളും മേഖലകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു സുവിശേഷ വേല സാധ്യമാകുമോ എന്ന് മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമുക്ക് ആർക്കെങ്കിലും അതിന് പറ്റുമോ? പറ, ആർക്കെങ്കിലും പറ്റുമോ? ഒരാൾക്കും പറ്റിയല്ല. എന്നാൽ ഈ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ നാം അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ, കർത്താവിന്റെ വചനം പറയുന്നതിലൂടെ, കർത്താവിനെ പ്രഘോഷിക്കുന്നതിലൂടെ, കർത്താവിന്റെ വചന ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ, കർത്താവിനെ സ്നേഹിക്കുന്നതിലൂടെ എല്ലാം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിരന്തരമായ ഒരു സുവിശേഷ വേലയുടെ ജീവിതമാണ് സ്വർഗം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഈ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് സുവിശേഷ വേല. സുവിശേഷ വേല എന്ന് പറയുന്നത് ഒറ്റ വാക്കി പറഞ്ഞാൽ, കർത്താവായ ഈശോ കാൽവരി കുരിശിൽ എന്നെ എത്ര കണ്ട് സ്നേഹിച്ചെന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുമ്പോൾ ആ സ്നേഹത്തിന് എങ്ങനെ പ്രത്യുത്തരം കൊടുക്കുമെന്നുള്ള നിരന്തരമായ ഒരു മനുഷ്യാത്മാവിന്റെ ആലോചനയും ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരവുമാണ് യഥാർത്ഥത്തിൽ സുവിശേഷ വേല. അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വേദനകൾ ഉണ്ടാകും, നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും, സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ടാകും, തിക്താനുഭവങ്ങൾ ഉണ്ടാകും, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ആരും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിന്റെ വേളകൾ ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി തീർന്ന അവസാനത്തുള്ളി രക്തവും ചിന്തിയ കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെയൊക്കെ തന്നെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഒക്കെ നമ്മളെ അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കും. ആ സ്നേഹത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, ഈ പാലാ ഭാഗത്ത് ഒരു സായാഹ്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോയതാണ്. അപ്പൊ അവിടുത്തെ പയ്യൻ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കോഴിക്കോട് പോയപ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന പയ്യനാണ്. അപ്പൊ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് ദൈവവിളി ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാനോട് പറഞ്ഞാൽ നിനക്കൊരു ദൈവവിളി ഉള്ളതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ അവൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അവൻ പിന്നീട് ആ പഠിത്തത്തിന് ശേഷം സെമിനാരിയിൽ ചേർന്നു. അപ്പോൾ അവിടെ വീട്ടുകാർ വിളിച്ചിട്ട് അങ്ങനെ അവരുടെ ഇടവകയിൽ ഒരു ധ്യാനത്തിന് പോയതാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം അവൻ്റെ വീട്ടിലാണ് ക്രമീകരിച്ചിരുന്നത്. ഞാനവിടെ ഭക്ഷണം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് രാത്രിയായി, 9-9:30 ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ കയറുന്ന ആ ആദ്യത്തെ മുറിയിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു മുറിയുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രായമായ അമ്മിച്ച്, ഒരു 10-80 വയസ്സ് പ്രായമുള്ളൊരു അമ്മിച്ച് കട്ടിലയിൽ ഇങ്ങനെ കിടപ്പുന്നുണ്ട്. ഈ ചട്ടയും മുണ്ട കൊടുത്ത് ഇങ്ങനെ കിടപ്പുണ്ട്.
അപ്പം അച്ഛൻ വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ചട്ടമുണ്ട കുടിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നൈറ്റിയൊക്കെ ആയിരിക്കും സാധാരണ ഇടുന്നത്. അച്ഛൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ചട്ടമുണ്ട ഉടുപ്പിച്ച് അമ്മച്ചി അവിടെ കിടത്തേക്കും. അപ്പം അമ്മച്ചിക്ക് എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ആരുടെയെങ്കിലും പരസഹായമില്ലാതെ ഈ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, കൈകൾ ചലിക്കും, സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ, അവിടെ കിടന്നുകൊണ്ട് 24 മണിക്കൂറും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക അമ്മച്ചി. അത് മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ശരീരം ഒന്നും അനങ്ങുന്നില്ല. തളർന്നു പോലെ അതൊരു വീഴ്ചയുണ്ടായി, വീഴ്ചയോടനുബന്ധിച്ച് നട്ടലിന് ക്ഷതമേറ്റ് അങ്ങനെ കിടപ്പായി പോയതാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് അമ്മച്ചിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കട്ടിലിൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ ഒരു സുന്ദരിയായ അമ്മച്ചി, കാണാൻ നല്ല സൗന്ദര്യമുള്ള അമ്മച്ചി, പ്രായമൊക്കെ ആയെങ്കിലും വലിയോ മറ്റേ ഇതൊക്കെ ഇല്ലേ എന്നാ കുളുക്കൻ എന്നാ പറയുന്നത്, അതൊക്കെ ഇട്ട് ചെവിയൊക്കെ ഇങ്ങേറ്റം വരെ ഉണ്ട്, ഇങ്ങനെ തുളഞ്ഞ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. അതൊക്കെ നല്ല സുന്ദരിയായിട്ട് അമ്മച്ചി ഇരിക്കുക കിടക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഇവരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയ്ക്ക് ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞു, എനിക്ക് വേറെ എന്നാ ചെയ്യാൻ പറ്റുവെച്ചാ ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതാ ഉണ്ട്. മക്കൾക്കും കൊച്ചുമക്കൾക്കും കുറേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വലിയൊരു ലിസ്റ്റ് അമ്മച്ചിയുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, അമ്മച്ചി എൻ്റെ പേരും കൂടി ആ ലിസ്റ്റിലൊന്ന് ആഡ് ചെയ്തേക്കാൻ പറഞ്ഞു. വിജയ പറഞ്ഞു, അച്ഛന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളാം. ഇത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യമാണ്. ഈ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൻ മരിച്ചതിന് ശേഷം അമ്മയാണ് ഈ മക്കളെല്ലാം വളർത്തിയത്. അന്നത്തെ കാലമല്ലേ, പട്ടിണിയും ദാരിദ്ര്യവും ഒത്തിരി വിഷമവും വേദനയൊക്കെ ഉള്ളൊരു കാലമാണ്. 5-6 പിള്ളേരെയൊക്കെ വളർത്താന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ പറമ്പിലും പാടത്തും പലരുടെയും വീട്ടിലൊക്കെ പണിയെടുത്താണ് ഈ മക്കളൊക്കെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്കെല്ലാം അമ്മയോട് ഭയങ്കരമായൊരു സ്നേഹമാണ്. നമുക്കത് കാണാൻ പറ്റും. അവരുടെ പരിചരണവും അവരുടെ വാത്സല്യവും കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ മക്കളുടെ അവിടെ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മകൻ മാത്രമല്ല, അവിടെ നോക്കുന്ന ശുശ്രൂഷിക്കുന്ന മകനും മരുമകളും മാത്രമല്ല, അവിടെ തന്നെ സഹോദരങ്ങൾ 1-2 പേരും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് അനുസരിച്ച് ഈ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് ഈ മക്കള് മത്സരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റും അറിയാം. ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് മക്കൾ മത്സരിക്കുക. അതായത് ഒരാഴ്ച വൈകിട്ട് മൂത്ത മകൻ വരും, പിറ്റേ ആഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ വരും, അല്ലെങ്കിൽ മൂന്നാമത്തെ മരുമക്കൾ വരും. ഇങ്ങനെ മാറി മാറി അമ്മയെ ശുശ്രൂഷിക്കുക. കൊച്ചിയില് എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ഒരു സിസ്റ്റർ വഴി ഞാൻ അങ്ങനെ അറിഞ്ഞൊരു കുടുംബത്തിന്റെ ഒരു വിഷയമാണ്. 4 മക്കളും വിദേശത്തൊക്കെ ആയിരുന്നു. നാട്ടിലൊക്കെ വന്നു സെറ്റിലായി പലരും. അങ്ങനെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ ഈ അമ്മയെ 4 പേർക്ക് നോക്കാൻ പറ്റിയില്ല. ഈ അമ്മയെ 4 പേർക്ക് നോക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. മൂത്തവൻ പറഞ്ഞു, ഇളയ മകനല്ലേ കൂടുതൽ എഴുതി വെച്ചത്, അമ്മയെ നോക്കുന്നവർക്ക് ഇളയ മകനല്ലേ, അപ്പൊ അവനല്ലേ കൂടുതൽ എഴുതി വെച്ചിരിക്കുന്ന വീട് പറമ്പൊക്കെ, അപ്പൊ അവൻ നോക്കട്ടെ. അങ്ങനെ ഇത് വലിയ വിഷയമായി. അവൻ പറഞ്ഞു, എനിക്ക് നോക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷയം അവസാനം മക്കള് 4 പേരും കൂടി ഒരു തീരുമാനം എടുത്തു. 1 മാസം ഇളയവൻ, 2ാമത്തെ മാസം അടുത്തവൻ, 3ാമത്തെ മാസം അടുത്തവൻ, അങ്ങനെ 4 പേര് ഓരോ മാസം നോക്കും. 30 ദിവസം വെച്ച് ഓരോരുത്തർ നോക്കും. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ തീരുമാനം ഉറപ്പിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തർ വീട്ടിലേക്ക് അമിച്ച് പോയിക്കൊണ്ടിരിക്കുക. 1 മാസം കഴിയുമ്പോഴേക്കും 30 ദിവസം കഴിയുമ്പോൾ അടുത്ത ആൾ വന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 31ാമത്തെ ദിവസം അമ്മിച്ച് വീണ് നട്ടലിന് ക്ഷത കേൾക്കുന്നത്. അമ്മിച്ച് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഒരു 1 ലക്ഷം രൂപയുടെ അടുത്തായി. ഓപ്പറേഷൻ 1 ലക്ഷത്തിലധികം രൂപയായി. അപ്പോൾ പിറ്റേ ദിവസം മുതൽ പിന്നെ അടുത്ത മകനാണ് നോക്കേണ്ടത്. അതായത് 31-ന് വീണത് ഇവന്റെ വീട്ടിൽ വെച്ചാണേലും പിറ്റേ ദിവസം മുതൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ നോക്കേണ്ട ആരാ? അടുത്തവനാ. ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിറക്കാൻ മക്കളാരും ചെല്ലുന്നില്ല, കാശിറക്കുന്നില്ല. മൂത്തവൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ വെച്ചല്ലേ വീണേ, ഇപ്പൊ നീയല്ലേ അതൊരു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട, എന്റെ വീട്ടിൽ വെച്ചല്ലോ അമ്മ വീണേ. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ വീട്ടിൽ വെച്ചാണ് വീണതെങ്കിലും 1-ാം തീയതി മുതൽ നീയല്ലേ നോക്കണ്ടേ, അപ്പൊ അമ്മയുടെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കണ്ടേ. ഒരു ആയുഷ്കാലം മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയുടെ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരിടത്ത് ഈ 4 മക്കൾക്കും അമ്മയോട് വലിയ സ്നേഹമൊന്നും തോന്നുന്നില്ല. ഇതൊരു ഭാരമായിട്ട് തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നല്ലാതെ അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങൾ എന്തു ആകട്ടെ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധ്യതകളുണ്ട് പറമ്പും സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ഇളയ മകൻ അമ്മ എഴുതി വെച്ചിരിക്കുക, നോക്കുന്നത് കാലശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കില്ലേ. മറ്റേ കുടുംബത്തിന്റെ അവസ്ഥ, ഈ മക്കള് തല്ലുകൂടുകയാ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്.
അതിന് കാരണം ഈ മക്കൾ പറഞ്ഞാണ്, അമ്മ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചത് എത്രമാത്രം ഉണ്ടെന്ന്, വേദനിച്ചത് എത്രമാത്രം ഉണ്ടെന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതലേ അമ്മ കടന്നുപോയ വേദനകൾ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ സഹിച്ചത്, അമ്മ കഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ഉണ്ട്. ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അമ്മ മരിക്കുന്നത് വരെ അമ്മയ്ക്ക് എന്ത് വേണേലും ഞങ്ങൾ ചെയ്തു വെച്ചു. അമ്മയ്ക്ക് എന്ത് വേണേലും ഞങ്ങൾ ചെയ്തു. പക്ഷെ അമ്മയ്ക്കൊന്നും വേണ്ട, അമ്മയ്ക്കൊരു ഡിമാൻഡും ഇല്ല. അമ്മയ്ക്ക് എവിടെയെങ്കിലും ശാന്തമായിട്ട് കിടന്ന് ഇച്ചിരി കഞ്ഞിയും കുടിച്ച് ശേഷിക്കുന്ന സമയം പ്രാർത്ഥിച്ചാൽ മതി. വേറെ പരാതിയൊന്നും ഈ അമ്മയ്ക്ക് ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. മുഴുവൻ സമയം പ്രാർത്ഥനയായിട്ട് കിടക്കുന്ന ഒരു അമ്മയ്ക്ക് എന്ത് പരാതി, എന്ത് പരിഭവം? പക്ഷെ മക്കൾ പറഞ്ഞു, അച്ഛാ അമ്മ എന്ത് ചോദിച്ചാലും ഞങ്ങൾ എല്ലാവരും റെഡിയാ, മക്കളെല്ലാവരും ഒരുപോലെ റെഡിയാ. കാരണം അമ്മ ഞങ്ങളെ സ്നേഹിച്ചതിന്റെ ആഴം ഞങ്ങൾക്കറിയാമെന്ന്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മരണം വരെ ഞങ്ങൾ അമ്മയെ പരിപാലിക്കുമെന്നാണ് ഈ മക്കൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ കർത്താവായ ഈശോ കാൽവരി കുരിശിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്തതെന്തെന്ന് നിരന്തരം നമ്മുടെ ആത്മാവിൽ ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു നനവായി, ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയാൽ ആ സ്നേഹത്തിന് നിരന്തരം പ്രത്യുത്തരം കൊടുക്കാതെ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരു വചനഭാഗം എടുത്ത മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19-27 മുതലുള്ള വചനങ്ങളിൽ പത്രോസ് പറയുന്നൊരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മൾ പറയുന്ന കാര്യമാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. പത്രോസ് പറയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പത്രോസ് എന്തൊക്കെ ഉപേക്ഷിച്ചേ? കർത്താവ് വിളിച്ചപ്പോ പത്രോസ് എന്തൊക്കെ ഉപേക്ഷിച്ചേ? പത്രോസ് വള്ളം ഉപേക്ഷിച്ചു, അല്ലേ? വല ഉപേക്ഷിച്ചു. താൻ ചെയ്തുകൊണ്ടിരുന്ന തന്റെ വരുമാന മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അതായത് തന്റെ ഇന്നലകളിൽ തന്റെ സാമ്പത്തിക മേഖലകളെ നടത്തിയ വരുമാന മാർഗങ്ങളെ എല്ലാം ഉപേക്ഷിച്ചു. തന്റെ അന്നിന്റെ ആ ദിവസത്തിന്റെ സെക്യൂരിറ്റി വള്ളവും വലയും തന്നെയാണ്, മുക്കുവനായതുകൊണ്ട്. വരുന്ന ആളെയുടെയും സെക്യൂരിറ്റി എന്ന് പറയുന്നത് വിദൂര ഭാവിയിൽ അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ വള്ളവും വലയും വേണം എന്ന് പറഞ്ഞാൽ, തന്റെ ഇന്നലെയും തന്റെ ഇന്നും തന്റെ നാളെയും എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിൻ്റെതായ സകല സെക്യൂരിറ്റിയും, ലോകം വെച്ച് നീട്ടിയ സകല സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും പത്രോസ് ഉപേക്ഷിച്ചിട്ടാണ് ദൈവത്തിന്റെ വിളി കേട്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് കർത്താവിന്റെ പുറകെ പോകുന്നത്. ഇനി ആ പത്രോസാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? കാരണം ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അപ്പോ എല്ലാം ഉപേക്ഷിച്ചത് ഇപ്പോഴും തലേന്ന് പോയിട്ടില്ല. നോക്കിക്കേ, പത്രോസ് എന്തെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളത് ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കർത്താവിനെ പ്രതി എന്തെല്ലാം പത്രോസ് ഉപേക്ഷിച്ചെന്നുള്ളത് കൃത്യമായിട്ട് പത്രോസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് പറയാണ്, കർത്താവെ, നിന്നെ പ്രതി ഞങ്ങൾ എന്തെല്ലാം ഉപേക്ഷിച്ച് നിനക്കറിയാലോ, ഇനി ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ സുവിശേഷ വേല ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മൾ രൂപപ്പെടാത്തതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാവോ? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ചതിലേക്ക് തിരികെ പോകാനും തിരിഞ്ഞു നോക്കാനുള്ള ഒരു പ്രവണത. അതുമാത്രമല്ല, യഥാർത്ഥ ദൈവത്തിലുള്ള പരിപാലനയിലും സുരക്ഷിതത്വത്തിലും ജീവിതത്തിന്റെ ഒരു വേളയിൽ ജീവിതം ഉറപ്പിച്ചിട്ട് ഏതാനും നാളും കർത്താവിന്റെ കൂടെ നടന്നതിന് ശേഷം വീണ്ടും ലോകത്തിന്റെ എന്ത് സുരക്ഷിതത്വമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഈ കർത്താവിനോട് ചോദിക്കുന്ന ഒരു പ്രവണത. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ എന്റെ കഴിഞ്ഞ 10-13 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി ശുശ്രൂഷകരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. വൈദികരായിട്ടുള്ളവരും അൽമായ ശുശ്രൂഷകരായിട്ടുള്ളവരും അനേകം ശുശ്രൂഷകരെ പരിചയപ്പെട്ടിട്ടുണ്ട്.
ഒരിക്കൽ കർത്താവിന്റെ വിളി കേട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം ഉറച്ച നിലപാടെടുത്ത് ഇറങ്ങി തിരിച്ചിട്ട് ഏതാനും നാളുകളുടെ ഏതാനും വർഷങ്ങളുടെ കർത്താവിന്റെ കൂടെ നടക്കുന്ന അനുഭവത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുമ്പോൾ ഭൗതികമായ നേട്ടത്തിലേക്ക് ജീവിതം തിരികെ പോകുന്ന അനേകം ശുശ്രൂഷകരെ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും ശുശ്രൂഷ ജീവിതം അവസാനിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം കാരിസ്മാനിൽ തന്നെ ഈ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അനേകം ശുശ്രൂഷകരെ കാരിസ്മാനിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നില്ല. ഒരിക്കൽ കർത്താവ് മാത്രം മതി, അവന്റെ സ്നേഹം മതി, ആ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചലിക്കുന്നത്, ചിന്തിക്കുന്നത്, ജീവിക്കുന്നത് എന്നൊക്കെ ഒരിക്കൽ തീരുമാനമെടുത്തിട്ട് ജീവിതം കർത്താവിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകൾക്ക് ശേഷം ഞാൻ എന്തെല്ലാം അവനെ പ്രതി ഉപേക്ഷിച്ചു അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കർത്താവിന്റെ ഇങ്ങനെ സ്വന്തം മനസ്സിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് നിരന്തരം ചോദിച്ച് ഭൗതികമായ പ്രതിഫലത്തിന് വേണ്ടി കർത്താവിന്റെ കൂടെ നടക്കുന്ന അനേകം സുവിശേഷകരെ, ശുശ്രൂഷകരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പിറകെ പോകുമ്പോൾ കർത്താവിനുള്ള പരിപാലനയിലും അവന്റെ സുരക്ഷിതത്വത്തിലും മാത്രമേ ജീവിതം സമർപ്പിക്കാവൂ. ഒരു പോറൽ പോലും വെക്കാതെ കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിതം സമർപ്പിക്കാൻ, സുവിശേഷ വേല ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുക്കുന്ന ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുക എന്നുള്ളതും കൈപിടിച്ച് നടത്തുക എന്നുള്ളതും ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, തീരുമാനമാണ്. അത് കർത്താവ് ചെയ്യും. കാരണം അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല എങ്കിൽ ചിലപ്പോ പത്രോസിനെ പോലെ ഇന്നലകളിൽ ഉപേക്ഷിച്ചതിന്റെ, നഷ്ടപ്പെടുത്തിയതിന്റെ വേദനയൊക്കെ മനസ്സിൽ കിടക്കുക. കാരണം പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നേ. പ്രതീക്ഷിച്ച സന്തോഷം കിട്ടുന്നില്ല. കാരണം എന്താ? കിടക്കുന്നത് വഴിയില്ല, സമയാസമയമൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത യാത്രയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. തന്റെ ഇന്നലകളില് എന്തെല്ലാം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, എവിടെയൊക്കെ ജീവിതത്തിൽ മുറിവേറ്റ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ മുറിവുകളും അവന്റെ സ്നേഹത്തിൽ സൗഖ്യമെടുക്കാത്തിടത്തോളം കാലം ഒരുവൾക്ക് കർത്താവിന്റെ ശുശ്രൂഷകനായി, സുവിശേഷ വേല ചെയ്യുന്നവനായി മാറാൻ പറ്റുകയാണ്. കാരണം കർത്താവിന്റെ സ്നേഹത്തിൽ സൗഖ്യം കിട്ടാത്ത ഒരു വ്യക്തിക്ക് സുവിശേഷ വേലയിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു സുവിശേഷ വേല ചെയ്യുന്നതിന് മുമ്പ്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കർത്താവ് നമുക്കായി തന്നതെല്ലാം എന്താണെന്നും കർത്താവ് എനിക്ക് വേണ്ടി എന്തെല്ലാം പൂർത്തിയാക്കിയെന്നും പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സൗഖ്യം തരാൻ പറ്റാത്ത ഓരോർമ്മകളും ഒരു ഇന്നലകളും നമ്മുടെ ജീവിതത്തിലില്ല. ഈ സ്നേഹത്തിൽ സൗഖ്യം എടുത്തിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. കാരണം ഒരു സുവിശേഷ വേല, ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് സൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ്. ഇത് പാപത്തിന്റെയും പിശാചിന്റെയും ബന്ധനത്തിലും അടിമത്തത്തിലും കിടക്കുന്ന ജീവിതങ്ങളെ കാൽവരി കുരിശിൽ അവന്റെ കുരിശുമരണത്തിലൂടെ ബലിയുടെ യോഗ്യതയാൽ വീണ്ടെടുപ്പും വിശുദ്ധീകരണം സാധ്യമാണെന്ന് പ്രഘോഷിക്കുന്ന ജീവിതം കൊണ്ട് ഏറ്റുപറയുന്ന ശുശ്രൂഷയാണ്. അവിടെ സ്വന്തം ജീവിതത്തിൽ ഈ സൗഖ്യം വിടുതലും നിരന്തരം ഏറ്റെടുക്കാൻ പറ്റാതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായ സൗഖ്യം സ്വന്തമാക്കാൻ പറ്റാതെ നമുക്കൊരിക്കലും സുവിശേഷ വേലയിൽ പൂർണ്ണമായും നിലനിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇന്നലകളിൽ മനസ്സിനേറ്റ മുറിവുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആ മുറിവുകൾ എന്നും നമ്മെ നമ്മുടെ സുവിശേഷ വേലയിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒത്തിരി പേര് സുവിശേഷ വേല ആരംഭിച്ചിട്ട് ചില മുറിവുകൾ ഉണ്ടാകുമ്പോൾ സുവിശേഷ വേല അവസാനിപ്പിച്ചു, ശുശ്രൂഷ അവസാനിപ്പിച്ചു, അവസാനം പള്ളിപ്പോക്കും കുമ്പസാരവും പ്രാർത്ഥന വരെ ഉപേക്ഷിച്ചവർ. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോയോട് ചോദിക്കും, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. യേശു അവരോട് പറഞ്ഞു, ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയവരാ അല്ലെ. വീടും കുടുംബവും, അത് ചെറുപ്രായത്തിലെ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും കിട്ടാവുമായിരുന്ന ലോകത്തിന്റെയും ഭൗതികമായ ജീവിതത്തിന്റെ സന്തോഷവും ഇതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്
ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഈ വിളിയിൽ തുടരുമ്പോൾ പലരുടെയും മനസ്സിൽ ഈ വിളി പത്രോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടു, ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് വീട് പോകാം. അപ്പൊ നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, കർത്താവ് ഞാനെല്ലാം ഉപേക്ഷിച്ചല്ലേ, എനിക്ക് എന്നാ കിട്ടുന്നത്? ഞാനെല്ലാം ഉപേക്ഷിച്ചല്ലേ, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിനെ പ്രതി, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഈ ജീവിതം സമർപ്പിക്കുമ്പോൾ ആ ജീവിത സമർപ്പണ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും മുറിവുകളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും തിക്താനുഭവങ്ങളും ഞെരുക്കങ്ങളും മനസ്സിലാക്കപ്പെടാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കാം, കർത്താവ് എനിക്കിനി എന്താ ലഭിക്കുക? ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. കർത്താവിന്റെ വരവിൽ അവന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ പുനർജീവിതത്തിൽ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്നിട്ട് പറയാണ്, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് പോയിന്റ് ചെയ്ത് അവസാനിപ്പിച്ചതാണ്, കർത്താവിനെ പ്രതി എന്തെങ്കിലും, സുവിശേഷത്തെ പ്രതി നീ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ 100 ഇരട്ടി കർത്താവ് തരും, നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എല്ലാ ക്രിസ്ത്യാനികളുടെയും വിളി, ആത്യന്തികമായ വിളി എന്നാണെന്നറിയാമോ? ഈ സുവിശേഷ വേല ചെയ്യാന്നുള്ള. ധ്യാനത്തിൽ ക്യാരിസ്മയിൽ ഞങ്ങൾക്ക് ഒത്തിരി യുവജനങ്ങൾ, കൊറോണയ്ക്ക് മുമ്പ് ഒത്തിരി യുവജനങ്ങൾ ക്യാരിസ്മയിൽ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ചില സമയത്ത് ശുശ്രൂഷയ്ക്ക് എൻ്റെ 10-30 പേരുണ്ട്. അവരെ കടത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ശുശ്രൂഷ. കാരണം ആ ധ്യാനത്തിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ വിഷയമുള്ളൂ, സുവിശേഷ വേല. കാരണം നമ്മുടെ യൗവനകാലത്ത് സുവിശേഷത്തോട് ബന്ധപ്പെടുന്നവൻ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ആ സുവിശേഷത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ആ ശുശ്രൂഷയിൽ ചെയ്ത് ഏതാനും നാളുകളെങ്കിലും ചെയ്താൽ, ചിലരൊക്കെ ഒരാഴ്ച വന്നു ശുശ്രൂഷ ചെയ്തിട്ട് പിന്നെ പോയവരുണ്ട്, പിന്നെ അവരെ കണ്ടിട്ട് പോലില്ല. ചിലരൊക്കെ 2, 3, 4, 5 വർഷമൊക്കെ കാരിസ്മൻ ആലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്തവരുണ്ട്. മണിക്കൂറുകള്, ദിവസങ്ങളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന, യുവജനങ്ങൾക്ക് വേണ്ടി തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് 7 മണിക്ക് വെച്ചു കൊടുക്കും. ഒരു കൂട്ടം യുവജനങ്ങൾ ഇരിക്കും. വൈകിട്ട് 7 മണി വരെ ദിവികാരണത്തിന്റെ മുമ്പിൽ ഇരിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ എത്ര യൗവനങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? ദിവികാരണം ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആ ദിവികാരണത്തിന്റെ മുമ്പിൽ ധ്യാനം കൂടുന്നവർക്ക് വേണ്ടി മുട്ടയിൽ നിന്നും കരങ്ങൾ വിരിച്ചു പിടിച്ചും രാവും പകലും ഒക്കെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ, അവരുടെ വേദനകളെ, അവരുടെ സങ്കടങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്ര യൗവനങ്ങളെ കിട്ടും? പ്രായമായവരെ കിട്ടുമായിരിക്കും. പ്രായമായി കഴിയുമ്പോൾ ഒരു ആശങ്കയുണ്ടല്ലോ. കാരണം എന്താ, എല്ലാം തീരാറായി, എല്ലാം അവസാനിക്കാറായി. അങ്ങനെ ഒരു ഭാരം മനസ്സിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും അയ്യോ ഇനി എന്താണ് ഇനി എനിക്ക് എന്താണ് കിട്ടാൻ പോവാ, പത്രോസ് ഇനി എനിക്ക് എന്താണ് അവ ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോ അയ്യോ ഞാനൊന്നും കർത്താവിന് വേണ്ടി ചെയ്തില്ലല്ലോ. ഒരായുസ് തീരാറായി. 20, 30, 40, 50, 60, 70, 80 വയസ്സായി. ശരിക്കും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് വേണ്ടി ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി എന്നെ സ്നേഹിച്ചവന് വേണ്ടി എന്റെ കരങ്ങളൊന്ന് ചലിപ്പിക്കാനോ എന്റെ പാദങ്ങളൊന്ന് ചലിപ്പിക്കാനോ എന്റെ ജീവിതത്തിൽ ദൈവം സൗഭാഗ്യത്തിൽ തന്നതിന്റെ എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തെ പ്രതി വിട്ടുകൊടുക്കാനോ തയ്യാറാകാത്തതിന്റെ ഭാരം ഒരാത്മാവ് അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ പ്രായമാകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. ഇതൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതാനും യുവജനങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ, നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യൗവനം മാത്രമല്ല, നിങ്ങളുടെ മധ്യാഹ്നവും നിങ്ങളുടെ വാർദ്ധക്യവും കർത്താവ് അനുഗ്രഹിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. കർത്താവ് നമ്മളെ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തോടുള്ള സമർപ്പണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ കരുണയും ദൈവിക സുരക്ഷിതത്വവും നമ്മുടെ കൂടെയുണ്ട്. ഒരു സംശയമില്ല അതിനകത്ത്.
ദൈവത്തെ സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ തലകത്ത് ചില ചിന്ത പിശാച്, യൂദാസിന്റെ ചിന്തയാണ് അല്ലെ. ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ കാൽപാദത്തിങ്കൽ വളരെ വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് കർത്താവിന്റെ കാൽപാദത്തിങ്കൽ ഒഴിക്കും, മുടികൊണ്ടൊക്കെ തുടയ്ക്കും. ഇത് കണ്ടുകൊണ്ട് നിന്ന് യൂദാസ് പറഞ്ഞു, അയ്യോ ഇതെല്ലാം വെറുതെ പാഴ്ചെലവായി പോയല്ലോ, പാഴ്ചെലവ്. അതിന് കൂട്ടിച്ചേർക്കുന്ന എന്നാന്നറിയാവോ? അവന് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നിട്ട് പറഞ്ഞതല്ല, മറിച്ച് പണസഞ്ചിയില് നോക്കിക്കൊണ്ടിരുന്നവനായിരുന്നു. ഈ കർത്താവിനോട് സ്നേഹം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. കർത്താവിന് കൊടുക്കുന്നത് പാഴ്ചെലവായി പോയി, ദൈവത്തിനും ദൈവരാജ്യത്തിനും കൊടുക്കുന്നത് പാഴ്ചെലവാണ് എന്ന് ചിന്തിക്കാൻ പ്രേരണ തരുന്നത് യൂദാസിന്റെ ചിന്തയാണ്. കാരണം ഈ ജീവിതം തന്നവന് വേണ്ടി ഒരു ജീവിതത്തിന്റെ സമർപ്പണം എടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും അന്തസത്തയും. അതെന്ന് മനസ്സിലാക്കുന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ മരിക്കരുത്. ദൈവരാജ്യത്തെ പ്രതി അല്പമെങ്കിലും സഹനമെടുക്കാതെ, സുവിശേഷത്തെ പ്രതി അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേദനകൾ സഹനങ്ങൾ എടുക്കാതെ ഈ ജീവിതം അവസാനിപ്പിക്കരുത്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാരം കിട്ടിയവരാണ് ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. കാരിസ്മാനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എത്രയോ യുവജനങ്ങൾ ഇന്ന് സെമിനാരി പഠനത്തിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 പിള്ളേരുണ്ടായിരുന്നു. കാരിസ്മാനിൽ ധ്യാനം നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫുൾ ടൈം പുറകിലും ഇങ്ങനെ സ്ക്രീൻ ഓപ്പറേറ്റ് ചെയ്യാനും ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഫുൾ ടൈം ഇങ്ങനെ ആ ധ്യാന ഹോളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അവര് ആ ദിവസങ്ങളിൽ, ആ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ആ നാളുകളിൽ കർത്താവിന്റെ സ്നേഹം വചനത്തിലൂടെ അനുഭവിച്ചിട്ട് ഇടത്തും വലത്തും ഇരുന്ന് 2 പേരും സെമിനാരി ചേർന്നു. 2 പേരും പഠിത്തമൊക്കെ കഴിഞ്ഞവരാ. കർത്താവിന് വേണ്ടി കാരണം എന്താ? ഈ സ്നേഹം അവരനുഭവിച്ചു. ഭർത്താവ് അനുഭവിച്ചെന്നോ, ഭാര്യ അനുഭവിച്ചെന്നോ, മക്കൾ അനുഭവിച്ചെന്നുള്ളല്ല. ഈ സ്നേഹം ഒരാത്മാവ് തന്റെ ആത്മാവിൽ അനുഭവിക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്നെ പ്രതി ചങ്ക് പിടഞ്ഞു മരിച്ച കർത്താവിന്റെ സ്നേഹമുണ്ടല്ലോ, അതെന്റെ ചങ്കി കിട്ടുമ്പോ ആ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമായി എന്റെ ജീവിതം മാറും. ഇതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഈ സുവിശേഷ വേല ചെയ്ത എനിക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിച്ചു. ഞാൻ ഇത്ര നാളെ കൂടെ നടക്കുന്നത്, എന്ത് കിട്ടും? കർത്താവിന്റെ കൂടെ നടന്ന നിങ്ങൾക്ക് വീട് കിട്ടുന്നോ, പറമ്പ് വിൽക്കാൻ പറ്റുന്നോ, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നോ, ഭൗതിക നേട്ടം ഉണ്ടാകുന്നോ, മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നോ, കൈയടിക്കുന്നോ, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകോ എന്നല്ല ഇവിടെ പറയുന്നത്. മറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ നിത്യജീവിതത്തിന്റെ പ്രതിഫലം കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് നിനക്ക് ഉറപ്പിച്ച് തരും. അടുത്ത സംശയമില്ല. കാരണം ബാക്കിയെല്ലാം കടന്നു പോകേണ്ടതാണ്. കടന്നു പോകാത്ത ഒരുവനുമായിട്ട് ഞാൻ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ശുശ്രൂഷ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കടന്നു പോകുന്നതല്ല ഈ കടന്നു പോകാത്തവനിൽ നിന്നും ആഗ്രഹിക്കേണ്ടത്. ബാക്കിയെല്ലാം കടന്നു പോകും. ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകുന്ന വചനം പറയുന്നത്. ലോകത്തിൻ്റെതായ എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ മേൽ വിജയം വരിച്ച കർത്താവിനെ പിഞ്ചെല്ലുന്നവനായി അവനോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേലയ്ക്കായി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവാണ് സുവിശേഷ വേലയിൽ തുടരാൻ ഒരാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ തുടരാൻ പറ്റിയല്ല. കാരണം എന്താ? ചിലപ്പോൾ സുവിശേഷ വേലയിൽ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം യേശുവിന്റെ സുവിശേഷ വേലയില് പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ച തന്റെ ശുശ്രൂഷ ജീവിതത്തില്, കർത്താവിന്റെ ശുശ്രൂഷ യാത്രകളില് അവൻ കടന്നുപോയ വഴികളില് ഓരോരോ നഷ്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം കാൽവരിയുടെ നെറുകയിൽ അവസാനത്തുള്ളി രക്തവും ഈ ഭൂമിയിലേക്ക് ചൊരിയുമാറ് അവൻ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മെ സ്നേഹിച്ചതും വീണ്ടെടുത്തതും. അങ്ങനെയെങ്കിൽ അവനെ പിഞ്ചെല്ലാൻ ആഗ്രഹിക്കുന്നവൻ, 1 യോഹന്നാൻ 2:6 വചനം പറയുന്നു, അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാനം കൂടാൻ പോകുമ്പോൾ, ഒരു കൺവെൻഷന് പോകുമ്പോൾ, ഇടവ ധ്യാനം എന്തുവാകട്ടെ, ഈ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ കർത്താവിനെ പ്രതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കാതെ മക്കളെ നമ്മളൊരു ശുശ്രൂഷ അവസാനിപ്പിക്കരുത്. എന്തെങ്കിലും സുവിശേഷ വേല ചെയ്യണമെന്ന് ഒരു ദൈവ പൈതലിന് ദാഹമുണ്ടാകുന്നത് എനിക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്ന് കാൽവരി കുരിശിൽ പിടയുന്ന സമയത്ത് പറഞ്ഞവന്റെ സ്വരം കേൾക്കുമ്പോഴാണ്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നുവെന്ന് കാൽവരി കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു,
ഈ ദാഹം ഒരാത്മാവിന് കിട്ടുമ്പോഴാണ് ഈ ദാഹം എങ്ങനെ ശമിപ്പിക്കണമെന്നുള്ളത് അതിന്റെ പ്രത്യുത്തരമായി സുവിശേഷ വേലയ്ക്കായി ദൈവരാജ്യത്തിന് ഒരു സമർപ്പണം എടുക്കാൻ ഒരു ദൈവവേദന ഇറങ്ങുന്നേ. ഹല്ലേലൂയ. എന്റെ സങ്കടങ്ങളുടെയും എന്റെ വേദനകൾക്കും അപ്പുറം, എന്റെ സ്വകാര്യ ദുഃഖങ്ങൾക്കും അപ്പുറം, എന്റെ കുടുംബത്തിന്റെ, എന്റെ ദാമ്പത്യത്തിന്റെ, ഈ ജീവിതത്തിന്റെ തകർച്ചകളുടെയും വേദനകളുടെയും സങ്കടങ്ങൾക്കും അപ്പുറം ഒരു സുവിശേഷത്തിന് വേണ്ടി ചിന്തിക്കാൻ, ഒരു സുവിശേഷത്തിന് വേണ്ടി ചലിക്കാൻ, ഒരു സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ ആത്മാവിൽ വലിയൊരു ദാഹം ഈ കാൽവരി കുരിശിൽ ഈശോ പറഞ്ഞതുപോലെ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ദാഹം ഒരു ആത്മാവിൽ കിട്ടുമ്പോൾ ഇറങ്ങും. ഹല്ലേലൂയ. ശ്രമത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടം മക്കളെ, ഈ കാലഘട്ടം അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. നമ്മുടെ വിശ്വാസത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാലഘട്ടം, വിശുദ്ധ ജീവിതത്തെ വല്ലാതെ തകർക്കുന്ന ഒരു കാലഘട്ടം. ഫ്രാൻസിസ് ബാബ പറഞ്ഞ എന്നാന്നറിയാവോ? മ്ലേച്ഛതയുടെ, ബ്ലൂ ഫിലിമിന്റെ ഒക്കെ ദുരാത്മാവ് ഇന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ മൊബൈൽ ഫോണും ഈ കൊറോണ ഒക്കെ വന്നുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണായി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നതാ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ, അവള് BTS പോലത്തെ എന്തോ ഒരു ഡാൻസോ പരിപാടി എന്തോ ഉണ്ട്, അതിലേക്ക് കയറി അതിലൂടെ അവള് ഇപ്പൊ യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ കുറെ ഗ്രൂപ്പുകളിലുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും മ്ലേച്ഛതയാ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞേ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് സ്വന്തം അപ്പൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മ്ലേച്ഛതയിൽ നിറഞ്ഞു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച്. ഹല്ലേലൂയ. പത്ര കണ്ട് തിന്മ നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധ ജീവിതത്തെയും സുവിശേഷത്തെയും ഒക്കെ എങ്ങനെ ഞെരുക്കാമെന്ന് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെതിരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സുവിശേഷ വേലകൾ നമ്മൾ ചെയ്യണം. വലിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, മൈക്ക് കെട്ടി പ്രസംഗിക്കാന്നുള്ളതല്ല സുവിശേഷ വേല. ഹല്ലേലൂയ. നമുക്കുണ്ടായ ഒരു ദൈവാനുഭവം പങ്കുവെച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതില് മാനസാന്തരത്തിന് ശേഷം പൗലോസ്ലീഹ തന്റെ മാനസാന്തരത്തിന്റെ കഥ പുരോഹിത പ്രമുഖന്മാരെ അധികാരിയുടെ മുമ്പിൽ വെച്ചൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് എന്തിനാണെന്നുള്ളതാണ്. എന്തിനാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് വചനം തന്നത്? എന്തിനാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ അവൻ തന്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നത്? എന്തിനാണ് കുമ്പസാരക്കൂട്ടിൽ അവൻ നമ്മോട് കരുണ കാണിക്കുന്നത്? ആ സ്നേഹം നമ്മോട് പങ്കുവെക്കുന്നത്? പറയുകയാണ്, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതിനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്നും ദൈവത്തിങ്കലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരാത്മാവിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കൈപിടിച്ചുയർത്താനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുക്കുന്നതെന്ന്. ഹല്ലേലൂയ. സർവ്വത് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവമേ, ഞാൻ ആ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിച്ചു. എന്നിലൂടെ അനേകര് ഈ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് പൗലോസിനെ, അല്ലെങ്കിൽ സാവൂളായിരുന്നവനെ പൗലോസാക്കി സുവിശേഷത്തിന്റെ പ്രകാശം നൽകിയത്. ഈ വചനത്തിലൂടെ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രകാശം നൽകിയത് നമ്മളിലൂടെ, നാം വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിലൂടെ അനേകര് വിശുദ്ധരുടെ ഗണത്തിൽ പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പോലും അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇങ്ങനെ: കർത്താവേ, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആകുലതകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ നിരാശകൾ, ഇതിൽ തന്നെ നമ്മുടെ ഇന്നലകളിൽ കുടുങ്ങിക്കിടന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഒരു സുവിശേഷ വേലയുമായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് ദൈവത്തിനോട് ഇപ്പോഴും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ, എനിക്ക് ഇനി എന്താ കിട്ടും, എന്തൊക്കെയുണ്ട്, ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് പൗലോസിനെ ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത്: ഞാൻ എന്റെ പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എന്റെ യാത്ര തുടരും. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തില്
പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ യാത്ര തുടരുന്നത്. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, അവന്റെ സ്നേഹം കൺമുമ്പിൽ കണ്ടുകൊണ്ട്, ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ടുള്ള ഒരു സുവിശേഷ വേലയാണ് സ്വർഗം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ വിചാരിക്കരുത് ഇത് നമ്മുടെ ഓക്കെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നല്ല. 1 കൊരിന്തോസ് 9:16 വചനം പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നത് പൗലോസ്ലീഹ പറയാണ്, അതെന്റെ കടമയാണ്, എന്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഇനി സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിലോ അതിനെനിക്ക് അഹംഭാവത്തിന് വകയില്ല. പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ദുരിതം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല ദുരിതങ്ങളും മാറാത്തതിന്റെ ഒരു കാരണം ഇന്ന് വരെ ആ സ്നേഹത്തിന് ജീവിതം കൊണ്ടൊരു പ്രത്യുത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിന് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കും അപ്പുറം കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയരണം. എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ചെയ്തത് അത് സ്വീകരിച്ചിട്ട് വേണ്ടേ നമ്മൾ കർത്താവിന് ബാക്കി ചോദിക്കാൻ. നമ്മളിപ്പോഴും പറയാം, ദൈവം എനിക്കൊന്നും തരുന്നില്ല, ഒന്നും തരുന്നില്ല. ദൈവം തന്നത് ആദ്യം സ്വീകരിക്കുക. അവൻ തന്റെ പാപമോചനം തന്നു, കുരിശുമരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു, സൗഖ്യം തന്നു, വിശുദ്ധീകരിച്ചു, നമ്മുടെ ആത്മരക്ഷ ഉറപ്പിച്ചു. ഇത് തന്നത് സ്വീകരിച്ചിട്ടല്ലേ തരാത്തതിനെ കുറിച്ച് പരാതി പറയണ്ടേ? പലരുടെ പരാതിയാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം എന്റെ കുടുംബം കർത്താവ് എന്നെ മാനിക്കുന്നില്ല, എനിക്കൊന്നും തരുന്നില്ലെന്ന്. കർത്താവ് തന്നതിനെ കുറിച്ച് തിരിച്ചറിയാതെ തരാത്തതിനെ കുറിച്ച് എങ്ങനെ പരാതി പറയാൻ പറ്റും? തന്റെ മാറിൽ അവസാനത്തുള്ളി രക്തവും തന്നവനാണ് നമ്മുടെ കർത്താവ്. ഇത് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ആ സ്നേഹത്തിന് നിരന്തരം നന്ദി പറയാനും പ്രത്യുത്തരം കൊടുക്കാനും പറ്റുക. അങ്ങനെ ഒരു സുവിശേഷ വേല നമ്മളിലൂടെ നമ്മുടെ ജീവിതം തീരുന്നതിന് മുമ്പ് ജീവിച്ചു തീർക്കാൻ പറ്റും. ഒരാളെങ്കിലും യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാമോ? 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം പറയുന്നത്, ഒരാളെയെങ്കിലും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നിത്യജീവൻ മാത്രമല്ല, നിന്റെ പാപങ്ങൾക്കുള്ള പരിഹാരവും നീ ചെയ്തു കഴിഞ്ഞുവെന്ന. ഒരാളെയെങ്കിലും പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരാളെയെങ്കിലും ടാർഗറ്റ്, ഈ ധ്യാനത്തിലൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്യുക. ശത്രു അങ്ങനെ, പിശാച് അങ്ങനെ ടാർഗറ്റ് ചെയ്യും. ഒരു കുടുംബത്തെ ടാർഗറ്റ് ചെയ്യും, വ്യക്തിയെ ടാർഗറ്റ് ചെയ്യും, രൂപതയെ ടാർഗറ്റ് ചെയ്യും, ഇങ്ങനെ ടാർഗറ്റ് ചെയ്യും, എന്നിട്ട് അടിക്കും. നമ്മളെന്ന് പറയുന്ന പോലെ ദൈവമക്കളായ നമ്മൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യണം. പിശാചിന്റെ വഞ്ചനയിൽ കിടക്കുന്ന ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് അവനെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരായിട്ട്, സുവിശേഷ വേല ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം.